ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു: അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോരിയാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് അരുളി ചെയ്തു. ദൈവത്തോട് ആർഗ്യൂ ചെയ്യുവാൻ അറിവോ ധൈര്യമോ ഇല്ലാത്ത വ്യക്തിയല്ല അബ്രഹാം. സോദോമും ഗോമോറയും നശിപ്പിക്കുവാൻ യഹോവ തീരുമാനിച്ചപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി അബ്രഹാം ഇടിവിൽ നിൽക്കുന്നു. എത്ര നിർദ്ദേശങ്ങളും ചോദ്യങ്ങളുമാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നത്. 50 നീതിമാന്മാരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ? 5 പേർ കുറഞ്ഞുപോയാലോ? 40 നീതിമാന്മാരെ ഉള്ളെങ്കിലോ? 30 പേരെ കണ്ടാലോ? 20 പേരെ അവിടെ കണ്ടാൽ നശിപ്പിക്കുമോ? വീണ്ടും ചോദിക്കുകയാണ്, കർത്താവ് കോപിക്കരുതേ, ഇനി ഒരു പ്രാവശ്യം കൂടി മാത്രം സംസാരിക്കും, പക്ഷേ 10 പേരെ അവിടെ കണ്ടാലോ? ദൈവത്തിൻ്റെ ക്ഷമയെ പരീക്ഷിക്കുന്ന രീതിയിൽ ഒരു ജനതയ്ക്ക് വേണ്ടി സംസാരിക്കുവാൻ ധൈര്യം കാട്ടിയ അബ്രഹാം സ്വന്തം മകനെ ബലിയർപ്പിക്കുവാൻ ആവശ്യപ്പെട്ട ദൈവത്തോട് മറുത്ത് ഒരക്ഷരം സംസാരിക്കുവാൻ തയ്യാറാകുന്നില്ല. പകരം അതികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് ബാല്യക്കാരിൽ 2 പേരെയും തൻ്റെ മകനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറി എടുത്തുകൊണ്ട് പുറപ്പെടുകയാണ് ചെയ്തത്. യഹോവയുടെ കൽപ്പന ഉടനെ അനുസരിക്കുക എന്നതാണ് അബ്രഹാമിൻ്റെ രീതി. നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക എന്ന് കർത്താവ് കൽപ്പിച്ചപ്പോഴും മറുചോദ്യം ചോദിക്കാതെ അനുസരിക്കുകയാണ് അബ്രഹാം ചെയ്തത്. ഹൃദയം പിളർക്കുന്ന വേദന അനുഭവിച്ചുകൊണ്ട് അബ്രഹാം യാത്ര പുറപ്പെടുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട മകനെ യാഗമർപ്പിക്കുവാൻ കൊണ്ടുപോവുകയാണെന്ന് മാതാവിനോട് പറയുവാൻ സാധിക്കുമോ? സാറയുടെ മുഖത്ത് നോക്കി അബ്രഹാം യാത്ര പറഞ്ഞിട്ടുണ്ടാവില്ല. ഈ ദുഃഖവും സഹിച്ചുകൊണ്ട് 3 ദിവസം യാത്ര ചെയ്യുക ചിന്തിക്കുവാൻ പോലും സാധ്യമല്ലാത്ത അവസ്ഥ. നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം എന്ന് ബാല്യക്കാരോട് പറഞ്ഞിട്ട് അബ്രഹാം മകനെയും കൂട്ടി മലയിലേക്ക് പോകുകയാണ്. ആരാധനയുടെ ആഴമായ അർത്ഥം ഇവിടെ ദർശിക്കാം. ദൈവത്തെ അനുസരിക്കുന്നതിനും ദൈവനാമ മഹത്വത്തിനുമായി തൻ്റെ ഏകജാതനായ മകനെ ബലിയായി നൽകുന്ന അബ്രഹാമിൻ്റെ പ്രവൃത്തി, പാപികളെ രക്ഷിപ്പാനായി കാൽവറി ക്രൂസിൽ തൻ്റെ ഏകജാതനായ പുത്രനെ ഏൽപ്പിച്ചു കൊടുത്ത പിതാവാം ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ മുൻകുറി. തന്നെ ഹോമയാഗമായി അർപ്പിക്കുവാൻ ആവശ്യമായ വിറക് തലയിൽ വഹിച്ചുകൊണ്ട് ഇസ്ഹാക്ക് പിതാവിനോട് ചോദിക്കുന്ന ചോദ്യം, അപ്പാ, തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ? ഹൃദയം കീറിമുറിക്കുന്ന ചോദ്യം. തൻ്റെ കൈവശമിരിക്കുന്ന കത്തി തൻ്റെ ഹൃദയത്തിലേക്ക് കുത്തിയിറക്കിയാൽ ഉണ്ടാകുന്ന വേദന ഇതിലും ഭേദമാണെന്ന് അബ്രഹാമിന് തോന്നിയിരിക്കാം. ഇതുപോലെയൊരു ശോകരംഗം ലോകത്തിലെ ഒരു സാഹിത്യകാരനും തൻ്റെ ഭാവനയിൽ സൃഷ്ടിക്കുവാൻ സാധിക്കില്ല. ഉൽപ്പത്തി പുസ്തകം ഒരു നോവൽ ആയിരുന്നെങ്കിൽ സാഹിത്യ സൃഷ്ടിക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പുരസ്കാരം നേടുവാൻ ഈ ശോകരംഗം മാത്രം മതി. ദൈവം ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും എന്ന സത്യസന്ധമായ മറുപടി മകന് നൽകുവാൻ പരിശുദ്ധാത്മാവ് അബ്രഹാമിനെ സഹായിച്ചു. അബ്രഹാം വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ ദൈവം ആവശ്യപ്പെട്ടത് നിർവഹിച്ചു കഴിഞ്ഞു. പക്ഷേ അബ്രഹാമിൻ്റെ വിശ്വാസം ലോകത്തിന് കാട്ടിക്കൊടുക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. യാഗപീഠം പണിത് വിറകടുക്കി ഇസ്ഹാക്കിനെ വിറകിന്മേൽ കിടത്തി കൈനീട്ടി തൻ്റെ മകനെ അറുക്കേണ്ടതിനെ കത്തിയെടുക്കുന്നതുവരെ തൻ്റെ അരുളപ്പാട് അറിയിക്കുവാൻ ദൈവം കാത്തിരുന്നു. ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായികൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ അറിയുന്നു. യഹോവയുടെ ദൂതൻ 2ാമതും അരുളി ചെയ്തത്, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായികൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും, നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും
കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങൾ കൈവശമാക്കും. നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെക്കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു. ഇവിടെയാണ് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 2-ാം അധ്യായം 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ പ്രസക്തമാകുന്നത്. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? നമ്മുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്? അവൻ്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന പേർ പ്രാപിച്ചു. അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നു. അബ്രഹാമിൻ്റെ 3 പ്രവൃത്തികളാണ് ദൈവത്തെ സന്തോഷിപ്പിച്ചതെന്ന് ദൈവം തന്നെ അരുളി ചെയ്തു. 1, മടി കൂടാതെ തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തയ്യാറായത്. 2, യഹോവയെ ഭയപ്പെട്ടത്. 3, യഹോവയെ അനുസരിച്ചത്. മടി കൂടാതെ മകനെ നൽകുവാൻ സന്നദ്ധനായതിനെ 2 പ്രാവശ്യവും ദൈവം എടുത്തു പറയുന്നതിൽ നിന്നും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാം. ഒരു സമർപ്പണത്തിൻ്റെ അനുഭവം. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെ ദൈവനാമ മഹത്വത്തിനായി ഉപേക്ഷിക്കുവാനുള്ള സന്നദ്ധത. ഹൃദയവിചാരങ്ങളെ ശോധന ചെയ്യുന്ന സർവശക്തനായ ദൈവത്തിന് അബ്രഹാമിൻ്റെ മനസ്സിൽ മറിച്ചൊരു ചിന്തയില്ലായിരുന്നുവെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഈ സമർപ്പണത്തിൻ്റെ അനുഭവമാണ് മനുഷ്യനിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത്. എഫേസ്യർ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ വായിക്കുന്നു, ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. എല്ലാ അർത്ഥത്തിലും ദൈവത്തിൻ്റെ ഇഷ്ടം ഗ്രഹിച്ചു പ്രവർത്തിച്ച വ്യക്തിയാണ് അബ്രഹാം. ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ ദൈവഹിതം നിറവേറ്റുക എന്നതിൽ കവിഞ്ഞ ഒരു ചിന്തയും അബ്രഹാമിന് ഇല്ലായിരുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ, ദൈവം തന്നു, ദൈവം എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന ഇയ്യോബിൻ്റെ മനോഭാവം തന്നെയായിരുന്നു അബ്രഹാമിനും ഉണ്ടായിരുന്നത്. രണ്ടാമതായി, ദൈവം മാനിച്ച പ്രവൃത്തി അബ്രഹാമിൻ്റെ ദൈവഭയം അഥവാ ദൈവഭക്തി. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 26-ഉം 27-ഉം വാക്യങ്ങളിൽ യഥാർത്ഥ ദൈവഭക്തി എന്തെന്ന് കാണാം. നിങ്ങളിൽ ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തൻ എന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. പിതാവായ ദൈവത്തിൻ്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു. ദൈവത്തിൻ്റെ 3-ാമത്തെ ഇഷ്ടപ്രവൃത്തിയായി അരുളി ചെയ്തത് അനുസരണം. ദൈവം പറയുന്നത് ഉടനെ അനുസരിക്കുക എന്നതാണ് അബ്രഹാമിൻ്റെ രീതി. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നു, ഒരുത്തൻ വചനം കേൾക്കുന്നവൻ എങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപം ആയിരുന്നു എന്ന് ഉടനെ മറന്നുപോകുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ടു മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. ചുരുക്കത്തിൽ യഹോവ ഭക്തി, അനുസരണം, സർവവും ദൈവത്തിങ്കൽ സമർപ്പിക്കുവാനുള്ള സന്നദ്ധത, ഇവയുടെ ആകത്തുകയാണ് അബ്രഹാമിൻ്റെ വിശ്വാസം. നമ്മുടെ കർത്താവിൻ്റെ വചനങ്ങളിൽ ഒക്കെയും ദൈവ ഇഷ്ടം പ്രവർത്തിക്കുന്നതിനാണ് ഊന്നൽ നൽകുന്നതെന്ന് കാണാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന്
നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യത്തിൽ യേശു സംശയത്തിന് ഇട നൽകാത്ത രീതിയിൽ അരുളി ചെയ്യുന്നു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. നിത്യജീവൻ അവകാശമാക്കേണ്ടതിന് എന്തു ചെയ്യണം എന്ന് ചോദിച്ച ധനവാനായ മനുഷ്യനോട് കർത്താവ് അരുളി ചെയ്തത്, വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകൾ പാലിക്കുന്നതോടൊപ്പം അവനുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തു കൊടുക്കുവാനും ആണ്. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണെന്നാണ് യാക്കോബ് ശ്ലീഹായുടെ പ്രബോധനം. പ്രവൃത്തി വേണ്ടെങ്കിൽ പിശാചുക്കളും വിശ്വാസികളാണ്. കാരണം ദൈവം ഏകൻ എന്ന് അവരും വിശ്വസിക്കുന്നു, ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു. വിശ്വാസവും പ്രവൃത്തിയും പരസ്പര പൂരകങ്ങൾ ആണെന്നാണ് യാക്കോബ് ശ്ലീഹ ഉറപ്പിച്ചു പറയുന്നത്. സർവശക്തനായ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു.